കോഴിക്കോട് സ്വദേശിയാണ്. കോഴിക്കോട് അഴിയൂരാണ് സ്വദേശം. താമസിക്കുന്നത് കോഴിക്കോട് നാദാപുരം. റിട്ടയർഡ് അധ്യാപികയാണ്. പിന്നെ കുറച്ചു കാലം എനിക്ക് ശാരീരികമായി വളരെ പ്രയാസം ഉണ്ടായിരുന്നു. അത് കാരണം VRS എടുത്താണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ആരോഗ്യ പ്രശ്നം കാരണം ഞാൻ കിടപ്പ് രോഗിയായിരുന്നു 1 വർഷത്തോളം. ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് ഒരു സത്യം പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിനായാലും എന്നെ അടുത്തറിയുന്നവർക്കായാലും ഒരു അത്ഭുതമാണ്. കാരണം അത്രയും വയ്യായ്മയെ കിടന്നു. പിന്നെ വീടിനുള്ളിൽ തന്നെ മാത്രം കിടന്ന ഒരവസ്ഥയിൽ 5-8 വർഷത്തോളം പോയ ആളാണ് ഞാൻ. ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു 2 പേര് എഴുതി തുടങ്ങി. അത് എല്ലാവരും അതൊരു അത്ഭുതത്തോടെ സന്തോഷത്തോടെ സ്വീകരിച്ച് എനിക്ക് പ്രോത്സാഹനം തന്നപ്പോഴാണ് എൻ്റെ ശാരീരികമായും മാനസികമായും ഞാൻ അനുഭവിക്കുന്ന വിഷമങ്ങളിൽ നിന്നും ഞാനൊന്നൊരു പുനർജന്മമാണ് എൻ്റെ സത്യം പറഞ്ഞാൽ. അപ്പോൾ എഴുത്ത് നൽകുന്ന ശക്തി അപാരമാണെന്ന് എൻ്റെ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയ ആളാണിത്. ആ ഒരു വിൽ പവറിലാണ് ഇന്ന് ഞാനിവിടെ എത്തിയതോടെ നിൽക്കുന്നത്. ശരിക്കും ഞാൻ എവിടെയും പോകാറില്ല. വീട്ടിൽ നിന്ന് അത്യാവശ്യം ഡോക്ടർക്ക് മാത്രം പോകുന്ന ഒരാളാണ്. അപ്പം കൊച്ചിൻ സാഹിത്യ അക്കാദമി റോബിൻ അവിടെയാണ് 2 പുസ്തകം ഞാൻ ചെയ്തത്. 7 പുസ്തകം ചെയ്തിട്ടുണ്ട്. 7ാമത്തതാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യാൻ എനിക്കൊരു മഹാഭാഗ്യം ലഭിച്ചത്. അതിന് ഇതിൻ്റെ ഭാരവാഹികളോടും ഗോവൽജ സാറിനോടും എൻ്റെ സുവർണാജിയോടും അങ്ങനെ എല്ലാവരോടും ഇവിടെയുള്ള ഏകദേശം ആൾക്കും എന്നെ അറിയാം, എനിക്കും അറിയാം. അവരൊക്കെ തരുന്ന പ്രോത്സാഹനം എനിക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. എല്ലാവരും ആവും പകൽ എനിക്ക് ഒരുപോലെയായിരുന്നു. ഉറക്കമില്ല, ഒന്നും ചെയ്യാനാവുന്നില്ല. അങ്ങനത്തെ അവസ്ഥയിൽ നിന്നും ഇപ്പോൾ ഞാനിങ്ങനെ എഴുതി ഞാൻ ചെയ്യാം. എൻ്റെ മനസ്സിൽ വരുന്ന ആ സങ്കടങ്ങളായാലും പുറത്ത് നമുക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങളായാലും ഒക്കെ ഇങ്ങനെ എഴുതും. അപ്പോൾ എന്താ മൈൻഡിനൊരു പ്രയാസം വരുന്നില്ല. അങ്ങനെ 7 പുസ്തകങ്ങളിൽ 2 കവിതാ സമാഹാരങ്ങളും 4 കഥാസമാഹാരങ്ങളാണ് ചെയ്തത്. പിന്നെ ഒരു പെയ്തൊഴിയാതെ എന്ന സംഗീത ഗ്രൂപ്പിൽ ഒരു ഓണപ്പാട്ടുകളുടെ ആൽബം ചെയ്തിട്ടുണ്ട്. അങ്ങനെ പോകുന്നു. അപ്പോൾ ഇങ്ങനെ തന്നെ എന്നും പോകാനാവണേ എന്നുള്ളൊരു പ്രാർത്ഥനയുള്ളൂ. എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എല്ലാവരും എനിക്ക് തരുന്ന സ്നേഹത്തിനും നന്ദി.